നാരങ്ങ പറിച്ചതിന് 12 വയസ്സുള്ള കുട്ടിയെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നു. സംഭവം ബീഹാറിൽ. 12 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ഞാൻ ഒരുപാട് ബീഹാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തെ വെച്ച് നമ്മളൊക്കെ എപ്പോഴും സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നുണ്ട്, എത്ര ഭാഗ്യവാന്മാരാണെന്ന്. അതിലൊരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഈ നടന്ന സംഭവം. കാരണം നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഞാനും ഇതുപോലെ നാരങ്ങ ഇട്ട് പറിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന വഴിക്ക് ജാതിക്ക പറക്കുമായിരുന്നു, ചാമ്പ പറിക്കുന്നുണ്ട്, മാങ്ങ എറിഞ്ഞ് വീഴ്ത്തുമായിരുന്നു. കാരണം ഇവരത് പിടിക്കപ്പെട്ടാലും വലിയ രീതിക്കൊന്നും ഒന്നി കൂടിപ്പോയാൽ ഒരു ഒച്ച എടുക്കൽ, എന്തിനാ എൻ്റെ പറമ്പിൽ കയറി എടുക്കണ്ടെന്ന് പറഞ്ഞു അത് നമുക്ക് ചെറിയ ഫീലാവും. അല്ലാതെ സംബന്ധിച്ച് ഈ ഇതുപോലെ മർദ്ദനങ്ങളോ തല്ലിക്കൂടലോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് തന്നെ ഒരു കോമൺ സെൻസ് ഇല്ലേ. ഒരു നാരങ്ങ പറിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല, ഉത്തരേന്ത്യയിൽ പശുവിനെ മോഷ്ടിച്ച് അവരുടെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. പിന്നെ ഭയങ്കര ബീഹാറിലും കണ്ട് അത് ബീഹാറിലെ MLA എങ്ങനെയാണെന്ന് പറഞ്ഞു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. സ്വർണം കട്ടത് ആരപ്പാന്ന് പറഞ്ഞ ഇലക്ഷൻ ഇവിടെ വന്ന് ഒരു പാട്ട് പാടിയില്ലായിരുന്നു ഗായിക, ആര് തന്നെയായിരുന്നാലും. പിന്നെ ആതിര ഡി നായർ പറഞ്ഞ ബീഹാറിൽ നല്ല വികസനമൊക്കെ ഉണ്ട്. എന്ത് വികസനം പോയിട്ട് അവിടെയുള്ള ആൾക്ക് ബോധമെങ്കിലും വേണ്ടേ? ഒന്നുമില്ല. എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജനതയുടെ അവസ്ഥയൊന്നും ആലോചിച്ചു. ഒരുപാട് പിന്നെ ഏതോ മനോരമ ന്യൂസിലും കണ്ട് ഇതിനെക്കുറിച്ച്, ബീഹാറിനെ കുറിച്ച് ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. അവിടെ തൊട്ട് കണ്ടു നോക്കിയാൽ അറിയാം ആ സംസ്ഥാനത്തിൻ്റെ പുരോഗതി എന്താണ്, ആ സംസ്ഥാനം എങ്ങനെയുള്ള സംസ്ഥാനമാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്ന സ്വർഗത്തിലാണ്. ദൈവത്തെ ഓർത്ത് ഈ മാതിരിയുള്ളത് ഇനി അവിടുത്തെ BJP ആണോ ആരാണോ അധികാരത്തിൽ കയറിയത്, ഇങ്ങനത്തെയുള്ള ആക്രമണങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ ഭയങ്കര വികസിത ഇന്ത്യയാണ്, BJP കയറി വികസനം വരും, ഇത് പാർട്ടി ചെയ്താലും വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ തന്നെ അവിടെയുള്ളവർക്ക് സുരക്ഷിതം കൊടുക്കുക. ഒരു കൊച്ചിൻ്റെ കാര്യം ആണെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾക്ക് ഇത്രയും ഒരു കുട്ടിയുടെ കാര്യത്തിൽ പോലും സുരക്ഷ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ രാജ്യം സംരക്ഷിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. ദൈവത്തെ ഓർത്ത്, ദൈവമേ, എപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയണത് അതൊരു ഭാഗ്യം തന്നെയാണ് നമ്മളിവിടെ ജനിച്ചത് തന്നെ. അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ ആയിരുന്നെങ്കിൽ ഞാനായിരുന്നാൽ പോലും ഇപ്പോൾ പണ്ടേ പടായേനെ. എന്നിരുന്നാൽ പോലും കുറ്റവാളിയെ കണ്ടെടുത്തി കർശന ശിക്ഷ തന്നെ, വധശിക്ഷ തന്നെ കുറഞ്ഞത് വിധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവന്മാർക്ക് ഒരു വിചാരമുണ്ട്.